അയാളൊരു മാസ്കിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ്. കറണ്ട് എന്താണ് എന്നുള്ള ഒരു കാര്യം. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ നമുക്കെല്ലാവർക്കും മറ്റ് പല കണ്ടുപിടുത്തങ്ങൾക്കും ഒരു മുന്നോടിയായിട്ട് നമ്മൾ സ്റ്റാർട്ടായിട്ടുള്ളൊരു ഇന്നോവേഷൻ ആയിരുന്നു ഈ ഒരു കറണ്ടിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് ടെക്നോളജി വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് എന്താണ്, ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണിത്. അതുകൂടാതെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓക്കെ, കറണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കാര്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ടിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ആറ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. പക്ഷെ അതിൽ എന്താണ് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ചാർജുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ആറ്റത്തിൽ അടങ്ങിയിട്ടുണ്ട്. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ നമുക്ക് എന്താണ് ഇലക്ട്രിക് കറണ്ട് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഫ്ലോ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത രീതി നമുക്ക് പറയാവുന്നതാണ്. അതായത് മെറ്റീരിയൽസിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. അതിൻ്റെ ഇടയിൽ ഒരു സെമി കണ്ടക്ടർ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ എന്തൊക്കെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ്, എന്തൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ് നോക്കാം. നമുക്കിവിടെ കാണാൻ കഴിയും പ്രധാനപ്പെട്ട എല്ലാ മെറ്റീരിയൽസും നമുക്ക് എന്താണ് കണ്ടക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി അതിന് കൂടാതെ തന്നെ സീ വാട്ടർ ഒക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്, അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് ആയിട്ട് പറയുന്നത് റബ്ബർ, ഗ്ലാസ്, ഡയമണ്ട്, ഡ്രൈ ആയിട്ടുള്ള വുഡ് ഒക്കെയാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്തത്. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും, എന്തുകൊണ്ട് കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നു, ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നില്ല. ഇനി അത് നോക്കാം. അതായത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്താണ് മെറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് കണ്ടക്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ്, ഈ ഒരു ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ അവിടെ നമുക്ക് എന്താണ് ഒരു ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നില്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു ഡെഫിനേഷനിലേക്ക് കിടക്കാം. ഇലക്ട്രിക് കറണ്ട് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ. അത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ നടക്കണമെങ്കിൽ ഒരു ഫോഴ്സ് ഇവിടെ റിക്വയർഡ് ആണ്. നമുക്കറിയാം ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ഫോഴ്സ്? അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്, ദി ഫോഴ്സ് റിക്വയർഡ് ടു മേക്ക് ദ കറണ്ട് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഈസ് കോൾഡ് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ സിമ്പിളായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ ഒരു ഫോഴ്സ്, അതായത് ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഫോഴ്സ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും കൂടെ നോക്കാം നമുക്ക്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി തരാൻ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ ഒരു കാര്യം. 2 ബീക്കർ വെച്ചിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ കഴിയും, 2 ബീക്കേഴ്സിൻ്റെയും ആ ഒരു ജലനിരപ്പ് ഏകദേശം ഈക്വലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ബീക്കറിൽ നിന്ന് മറ്റൊരു ബീക്കറിലേക്ക് വെള്ളം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മളിവിടെ ഈ ഒരു എ എന്ന ബീക്കറിനെ നമ്മളൊന്ന് ഉയരത്തിലേക്ക് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ബി എന്ന ബീക്കറിലേക്ക് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു ഏറ്റക്കുറച്ചിലിന് കാരണം, ആ ഒരു ജലനിരപ്പിലുള്ള ഏറ്റക്കുറച്ചിലിന് കാരണം എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഹൈറ്റ് ആണ്. ഓക്കെ, ഇത് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററി എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ സെൽ എന്താണ് ചെയ്തത്, ദേ ലിഫ്റ്റ് ദ ചാർജസ് ഇൻ ടു ഹൈ പൊട്ടൻഷ്യൽ. അപ്പോൾ ഹൈ പൊട്ടൻഷ്യലിലേക്ക് ഈ ഒരു എന്താണ് ചാർജസിനെ ഉയർത്തിയത് മൂലമാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടക്ടേഴ്സിൻ്റെ 2 എൻഡിനും ഇടയിൽ ഒരു ഇലക്ട്രിക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാറ്ററി ആണെങ്കിലും ആ ഒരു സെല്ലാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം. അതാണ് നമ്മുടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനുള്ള ഒരു ബാറ്ററിക്കകത്ത് നടക്കുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കാം. ഇലക്ട്രിക് കറണ്ട് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ. അത്രയേ ഉള്ളൂ ഇലക്ട്രിക് കറണ്ട് എന്നുള്ളൊരു കാര്യം. നമ്മൾ ഈ ഒരു ഓരോ ടേമും എടുത്തു പറഞ്ഞതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയെന്നേ ഉള്ളൂ.
അപ്പം ഈ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഫോഴ്സ് എന്താണ്? ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതുണ്ടാക്കാൻ സാധിച്ചത് ആ ഒരു ബാറ്ററിയിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ്. ഈ ബാറ്ററിക്ക് പകരം വേറെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ടും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാൻ അത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോക്ക് കാരണമാവുകയും ചെയ്യും.